പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 12-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി വലിയ കൃപയോടെ നാം ഏവരെയും സ്വർഗത്തിലെ ദൈവം പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 18-ാം വാക്യം. പ്രോവേർബ്സ് ചാപ്റ്റർ 23 വേഴ്സ് 18 നാം ഇപ്രകാരം വായിക്കുന്നു: ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാൽ രചിക്കപ്പെട്ട ധന്യമായ ഒരു പുസ്തകമാണല്ലോ സദൃശ്യവാക്യങ്ങൾ. ഇവിടെ പറയുകയാണ്, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഒരു നാളും ഭംഗം വരികയുമില്ല. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു ധൈര്യവും ഒരു സന്തോഷവും ഹൃദയത്തിൽ നിന്നൊരു സ്തോത്രവും ഒക്കെ വരും. പക്ഷേ നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വാക്യത്തിന്റെ സന്തോഷം നമ്മിൽ നിന്നങ്ങ് മാഞ്ഞു പോകും. അതിൻ്റെ കാരണം പ്രാർത്ഥിക്കുന്ന ആത്മീയ ശുശ്രൂഷയിലുള്ള എല്ലാ ദൈവമക്കളും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന എനിക്ക്, ഇത്രയും ആത്മീയ കാര്യങ്ങളിൽ പങ്കുകൊള്ളുന്ന എനിക്ക്, സുവിശേഷ വേലയിൽ മുന്നിട്ട് നിൽക്കുന്ന എനിക്ക്, എൻ്റെ കുടുംബത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എൻ്റെ മകൻ്റെ ജോലി, മകൻ്റെ വിദ്യാഭ്യാസം, മകളുടെ വിവാഹം, വീസ, ജോലിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, മാറി മാറി വരുന്ന രോഗങ്ങൾ, നിയമത്തിൻ്റെ പ്രതികൂലങ്ങൾ, ദൈനംദിന ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ, അപ്രതീക്ഷിതമായ നിലയിൽ കടന്നു വരുന്ന സാമ്പത്തിക ബാധ്യതകൾ, ഒത്തിരി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ആരംഭിച്ച പല കാര്യങ്ങൾ വളരെ പ്രതികൂലാവസ്ഥയിൽ മുൻപോട്ട് പോകുന്നു, തടസ്സങ്ങൾ നേരിടുന്നു. ഇങ്ങനെ പോകുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നീണ്ട നിര. ഈ പ്രശ്നങ്ങളെയൊക്കെ നോക്കി നാം ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു? എൻ്റെ മകന്, എൻ്റെ മകൾക്ക്, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എങ്ങനെ ഉപവസിക്കണം? എന്നെ പോലെ ആര് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എൻ്റെ പ്രതികൂലം മാറുന്നില്ല. ഇങ്ങനെയുള്ള ദൈനംദിന ജീവിതത്തിന്റെ പ്രശ്നവും പേറി ഭാരങ്ങളും പ്രതിസന്ധികളുമായി പലവിധ ചോദ്യങ്ങളും ചോദ്യചിഹ്നവുമായി ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായും കൃത്യമായും ശക്തമായും ഉത്തരം നൽകുന്നു. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. അപ്പൊ ചോദിക്കും, ഞങ്ങളത് വിശ്വസിക്കുന്നു, എന്നാണ് ഈ പ്രതിഫലം? എത്ര നാളുകൊണ്ട് ഈ വാക്യം വായിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇന്ന് മാറും, നാളെ മാറും, മറ്റേനാള് മാറും. ഇതെത്ര വർഷമായി ഈ കറക്കം തുടങ്ങിയിട്ട്? ദൈവ പൈതലേ, തമ്പുരാൻ നമുക്ക് ഒരു ദിനം കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിനു മുൻപേ അനുഗ്രഹമോ വിടുതലോ സൗഖ്യമോ എന്ത് നമ്മിൽ എത്തിയാലും നാം അത് ദുർവിനിയോഗം ചെയ്യുമെന്ന് നമ്മെക്കുറിച്ച് നമ്മളെക്കാട്ടിലും
നന്നായി അറിയാവുന്ന നമ്മുടെ ഉടയവനും പരിപാലകനുമായ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതുകൊണ്ട് അത് കൃത്യമായ സമയത്തിൽ മാത്രമേ നമ്മുടെ കയ്യിൽ വന്നു ചേരുകയുള്ളൂ. നമുക്കറിയാം, നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ്. ഒരു പൊടിക്കുഞ്ഞ്, പ്രത്യേകിച്ച് ഒരു 3 വയസ്സ് വരെ എന്താ ഏതാന്ന് തിരിച്ചറിയാതെ തീക്ക് വേണ്ടിയോ അതുപോലെയുള്ള അപകടകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ എത്ര കരഞ്ഞാലും എത്ര നിർബന്ധം പിടിച്ചാലും നമ്മൾ മറ്റ് പലത് കൊടുത്ത് ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിക്കും. പക്ഷെ ആ കുട്ടി താൻ ശഠിച്ച ആയതിലേക്ക് ശ്രദ്ധ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ആ കുഞ്ഞിന്റെ നന്മ, അനുഗ്രഹം, വിടുതൽ, അതിനാപത്തു വരരുത് എന്നുള്ള ചിന്തയോടെ മാതാപിതാക്കളും മുതിർന്നവരും ആ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ആ അപകടമേറിയ സംഭവം അതിന് കൊടുക്കുകയില്ല. കാരണം പരിണിത ഫലം എന്താ എന്നുള്ളത് കുഞ്ഞിനറിയത്തില്ല. പക്ഷേ തിരിച്ചറിവുള്ള മാതാപിതാക്കളായ നമുക്കറിയാം. ഇത് തന്നെയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വഭാവവും നമ്മെക്കുറിച്ചുള്ള കരുതലും. അതെ, നാം പലതും നമ്മുടെ സമയത്ത് ദൈവത്തോട് വാതുവെച്ച് ചോദ്യം ചെയ്ത് പിടിച്ചു വാങ്ങാനിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിനറിയാം എപ്പോൾ തരണമെന്ന്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില നിരാശകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ചില ഭാരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോടും പറയാത്തത്, പറഞ്ഞിട്ടില്ലാത്തത്, ആരോടും പറയുവാൻ ആഗ്രഹിക്കാത്തത്. എന്നാൽ എന്താണെങ്കിലും തമ്പുരാനോട് പറ. നിശ്ചയമായും തമ്പുരാൻ അതിന്മേൽ നീക്കുപോക്ക് തരുവാൻ മതിയായവനും വിശ്വസ്തനുമാ. ആ വാക്യം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ഹല്ലേലൂയ, നിശ്ചയമായും ഒരു ദൈവവേദന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എന്താണ് നമ്മുടെ പ്രത്യാശ? നമുക്കറിയാം, ക്രൈസ്തവ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് നമ്മുടെ നാഥനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു എന്നെ ചേർക്കുവാൻ വാനമേഘങ്ങളിൽ വരും എന്നുള്ളത്. ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല. നാം കടന്നു പോകുന്നതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. നാം വരുവാനുള്ള ലോകത്തിലേക്കുള്ളവരാ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ വേണ്ടത് ഇന്നിന്റെ ഒരു വാർത്ത കേട്ടതിലുള്ള വിഷമമല്ല. ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിൽ തട്ടി വീഴരുത്. ജോലിയിൽ, വിസയിൽ, ആരോഗ്യകാര്യത്തിൽ, മെഡിക്കൽ റിപ്പോർട്ടുകളിൽ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളിൽ, നിങ്ങൾ നേരിടുന്ന നിയമപ്രശ്നങ്ങളിൽ, മാത്രമല്ല അപ്രതീക്ഷിതമായി വന്ന ബാങ്ക്രപ്റ്റ് പോലെയുള്ള ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങൾ നേരിടുന്ന പഠനത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥകൾ, കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന നിന്ദകൾ, പഴികൾ, ദുഷികൾ, നമുക്കാരോടും പറയുവാൻ പറ്റാത്ത ചില കോംപ്ലക്സുകൾ, ഈഗോകൾ, ഇവയൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകണം. എങ്ങനെയാ വിട്ടുപോകുന്നത്? ഒരു വലിയ സ്വർഗീയ പ്രത്യാശ നമ്മിൽ നിറയണം. ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ കാത്തിരിക്കുന്ന സകല വിഷയങ്ങൾക്കും എന്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായും മറുപടി തരും, പ്രതിഫലം തരും, ഞാനത് പ്രാപിക്കും. ഈ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ നമ്മെ തളർത്തുവാൻ ഇന്നിന്റെ പ്രശ്നങ്ങൾക്ക് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ
ബിബ്ലിക്കൽ തിയോളജി മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ തളരുന്നതും വീഴുന്നതും എവിടെയാണെന്നറിയാമോ? ആരുടെയെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം, ഒരാളിന്ന് ചിരിച്ചില്ല, നമ്മെ വിളിച്ചില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആള് പ്രതികരിച്ചില്ല, കഴിഞ്ഞു, നമ്മുടെ ആ ദിവസം നഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിക്കത്തില്ല, ഉറങ്ങുകയില്ല, ആകമാനം ചിന്തിച്ച്, ആകമാനം സന്തോഷം നഷ്ടപ്പെട്ട്, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ആ നല്ല മൂടൊക്കെ പോയി അസ്വസ്ഥമാകും. എന്തുകൊണ്ടാത്? ഉള്ളിൽ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, നാം എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്തെല്ലാം നമുക്കെതിരെയും നമുക്ക് പ്രതികൂലമായി വന്നാലും ഉള്ളിൽ ഒരു സ്വർഗീയ പ്രത്യാശ നിറയണം. എന്റെ കർത്താവ് ഇതൊക്കെ മാറ്റി ഇതിന്മേൽ ജയം തരുവാൻ മതിയായവനാണ്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് തിരിച്ചറിയുന്നു, അത് ഞാൻ ഉടനെ തന്നെ പ്രാപിക്കും. ഈ ഉറപ്പുള്ളവരോട് ഇന്നത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം പറയുന്നു, നിശ്ചയമായും ഒരു പ്രതിഫലം ഉണ്ട്. ആകയാൽ ഇന്നത്തെ ജീവജല വാഗ്ദത്ത വചനം അവസാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദിനംതോറുമുള്ള ജീവിത പ്രശ്നങ്ങൾ നമ്മെ വല്ലാതെ അലട്ടുമ്പോൾ, പ്രാർത്ഥനാ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കുടുംബക്കാർ ചോദിക്കുമ്പോൾ, കൂട്ടായ്മക്കാർ ചോദിക്കുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ ഹൃദയത്തിൽ ചോദിക്കും, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ലയോ? ദൈവം സ്വർഗത്തിൽ തന്നെ ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, ഒരു പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ദൈവ പൈതലിന് പ്രതിഫലമുണ്ട് നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ലേ ഇല്ല. ഹല്ലേലൂയ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസത്തോടെ, ഈ ധൈര്യത്തോടെ, ഈ ഉറപ്പോടെ പ്രിയ ദൈവജനമേ, ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിനവും നാം നേരിടാൻ പോകുന്നതും നാം കേൾക്കുന്നതും അത്ര സുഖകരമായ വാർത്തകളായിരിക്കണമെന്നില്ല. പക്ഷേ വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് പ്രതിഫലം നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു കാലത്തും ഭംഗം വരുത്താതെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് സകല വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ജീവജലം ശ്രവിക്കുന്ന നിങ്ങൾക്കേവർക്കും ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രത്യാശയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യ സന്തോഷത്തിന്റെയും ദിനമായി ആ പ്രതിഫലം തമ്പുരാന്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സുദിനമായി ഈ ദിനം തീരട്ടെ. സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മകളാലും നമ്മെ ഏവരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, അങ്ങയെ പിൻപറ്റുന്ന ഞങ്ങൾക്ക് പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യമാണല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം എവിടെ? ഉത്തരം എവിടെ? സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം ചോദിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ കണ്ണുനീർ വല്ലാതെ ഒഴുക്കേണ്ടതായി വരുന്നു. എന്നാൽ അതിനുള്ള മറുപടി ഇന്ന് അപ്പൻ നൽകിയതിനായി സ്തോത്രം. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ പ്രത്യാശയ്ക്ക്
ഒരിക്കലും ഭംഗം വരികയില്ല. മാത്രമല്ല, ഞങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ അപ്പനവിടുന്ന് ഇടയാക്കണം. ഇന്ന് ഈ വാഗ്ദത്ത വചനം ശ്രവിക്കുകയും തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രത്യാശ നിർഭരമായ ജീവിതം നയിക്കുന്ന ഈ നിന്റെ മക്കൾക്കായി സ്തോത്രം. അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ധൈര്യമായി വിശ്വാസത്തോടെ അടിയുറച്ച് പ്രാർത്ഥനയോടെ മുന്നേറുക. വെല്ലുവിളികളും ചോദ്യശരങ്ങളും ധാരാളം വരും. പക്ഷേ ഓർക്കണം, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അതിന്റെ സമയം തമ്പുരാൻ കുറിച്ചിരിക്കുന്നു. വൈകാതെ നമ്മിലേക്ക് ഓടിയെത്തും. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ, എന്റെ, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം ഇന്ന് പകൽ നമ്മേവരെയും അനുഗ്രഹിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ സ്വർഗം പ്രസാദിക്കട്ടെ. സകല അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ചൊരിഞ്ഞ് ഈ ദിനം എല്ലാ നന്മകളാലും നിറച്ച് സന്തോഷത്തോടെ തന്റെ വലങ്കരം പിടിച്ച് നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.